ഇറാനിൽ ആളുകളെ എത്തിച്ച് അവയവ വ്യാപാരം നടത്തിയ സംഘത്തിൻ്റെ ഇന്ത്യയിലെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തത് ഈ പിടിയിലായ സാബിത് നാസറാണെന്നറിയുന്നു. പാക്കേജ് പറഞ്ഞുറപ്പിക്കുന്നതും പണം വാങ്ങുന്നതും ഒക്കെ തന്നെ ഈ തൃശ്ശൂരിലെ സജിത്തായിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുന്നു. സംഘത്തിൽ ഇനി കൂടുതൽ മലയാളികളുണ്ടോ എന്ന് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചു വരികയാണ്. അവയവക്കടത്തിൻ്റെ മറവിൽ പീഡനം നടന്നുവെന്ന യുവതിയുടെ പരാതിയിലും പനങ്ങാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. എസ് ശ്രീകാന്ത് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇനിയും ദുരൂഹതകളുടെ അനാവരണം നടക്കാനുണ്ടോ? കാരണം ഇത് അന്തർദേശീയ തലത്തിലുള്ളൊരു അവയവ മാഫിയ സംഘം ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് വേണം കരുതാൻ. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് അഗൈൻ എസ്കേൻ. ഈ കേസ് കൊണ്ടുവന്നത് 24 ആണ്. ഇതിൽ ഒരു അറസ്റ്റ് നടന്നു എന്നുള്ളത് കൊണ്ടുവന്നതും അതിന്റെ പിന്നാലെ പോയതും ഒക്കെ 24 ആണ്. ഇതിൽ ഇപ്പോൾ ഏറ്റവും പുതിയ വാർത്ത വരുന്നത്, ഇത് നമ്മൾ കരുതിയതിനും അപ്പുറം വളരെ ഗുരുതരമായ പ്രശ്നങ്ങളുള്ള ഒരു കേസാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ ഇതിൽ അപ്ഡേറ്റ് ചെയ്യാനുള്ളത്, ഇന്ത്യയിലെ സാമ്പത്തിക ഇടപാടുകൾ ഈ കേസിൽ കൈകാര്യം ചെയ്തത് സജിത്ത് എന്ന വ്യക്തിയാണ്. ഇന്നലെ അറസ്റ്റിലായ വ്യക്തിയാണ് ഈ സജിത്ത് എന്നയാള്. അയാളാണ് ചെയ്തത് എന്നാണ് പോലീസിന്റെ നിഗമനം. അവയവക്കടത്തിലെ മുഖ്യ സൂത്രധാരന്മാരായ കൊച്ചി സ്വദേശി മധുവിന്റെയും സാബിത്തിന്റെയും അക്കൗണ്ടിലേക്ക് സജിത്ത് നടത്തിയത് ലക്ഷങ്ങളുടെ ഇടപാടാണ് എന്നാണ് ഇപ്പോൾ കണ്ടെത്തിയത്. സാബിത്ത് പാക്കേജ് പറഞ്ഞുറപ്പിച്ച് പണം കൈമാറുന്നതും, ഈ സാബിത്താണ് പണം പറഞ്ഞുറപ്പിക്കുന്നത്, പാക്കേജ് ഉറപ്പിക്കുന്നത്. പണം കൈമാറുന്നതും വാങ്ങുന്നതും ഈ സജിത്ത് എന്ന വ്യക്തിയാണ്. ഉത്തരേന്ത്യക്കാർക്ക് കുറഞ്ഞ തുക നൽകും. മലയാളികൾ ആണ് എങ്കിൽ കുറച്ചധികം തുക, ഈ തെക്കോട്ടുള്ള ആളുകളാണെങ്കിൽ കുറച്ചധികം തുക നൽകും എന്നുള്ളതും വിവരം വരുന്നുണ്ട്. തൃശൂരും പാലക്കാടും കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നു. കൂടുതൽ മലയാളികൾ ഉണ്ടോ എന്നറിയാനും പരിശോധന നടക്കുന്നുണ്ട്. അതേസമയം മറ്റു ചില വിവരങ്ങൾ കൂടി ഇതിൽ വരുന്നുണ്ട്. അത് കുറച്ച് ഞെട്ടിക്കുന്നതാണ്. അവയവക്കടത്തിന്റെ മറവിൽ ലൈംഗിക പീഡനവും നടന്നു എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിന് കിട്ടിയിരിക്കുന്ന വിവരം. യുവതിയുടെ പരാതിയിൽ പനങ്ങാട് പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വൃക്ക കച്ചവടത്തിനെത്തിയ യുവതിയാണ് പീഡനത്തിന് ഇരയായത്. പണം നൽകാമെന്ന് പറഞ്ഞ് വിളിപ്പിച്ച് പീഡിപ്പിച്ചു എന്നാണ് അവർ ആരോപിക്കുന്നതും. ഇടനിലക്കാരനെതിരെ യുവതി ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റ് ഇത് സംബന്ധിച്ചിട്ടു. അത് നിർബന്ധിച്ച് പിൻവലിപ്പിച്ചു എന്നും വിവരമുണ്ട്. അതേസമയം ഈ സാബിത്ത് അറസ്റ്റിലായതിന് പിന്നാലെ ഈ വൃക്ക നൽകാൻ ഇറാനിൽ കൊണ്ടുപോകാനായി കുറെ അധികം പേരെ കേരളത്തിലേക്ക് എത്തിച്ചിരുന്നു. അവർ തമിഴ്നാട്ടുകാരായിരുന്നു. അവർ തിരികെ പോയി എന്ന വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ആസൂത്രിതമായി വർഷങ്ങളായി നടത്തിയിരുന്ന കാര്യമായിരുന്നു ഇത്. ഇതിലെ ഒരു പ്രധാന കണ്ണി കൂടി പിടിയിലാകാനുണ്ട്. മധു കൊച്ചി സ്വദേശിയാണ്. നിലവിൽ അയാളുള്ളത് ഇറാനിലാണ്. അത് പോലീസ് സ്ഥിരീകരിച്ചു. വൈകാതെ അയാളെ ഡീപ്പോർട്ട് ചെയ്ത് ഇവിടെ എത്തിക്കും എന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. എസ് കെ. താങ്ക് യു ശ്രീകാന്ത്.